വേറൊന്നും പറയാനില്ല. റിസൾട്ട് ഉൾപ്പെടെ ദേ കാണിച്ചു തരാം. നിങ്ങൾ തന്നെ നോക്കിക്കോ. എന്തൊക്കെ ട്രൈ ചെയ്തിട്ടും എന്തൊക്കെ വലിച്ചേരി തേച്ചിട്ടും എത്ര രൂപയുടെ പ്രോഡക്ട്സ് തേച്ചിട്ടും ബ്യൂട്ടി പാർലറിൽ പോയിട്ടും ഒക്കെ നിങ്ങളുടെ മുടി പിന്നെയും പിന്നെയും ചുരുണ്ട് മുകളിലോട്ട് കയറുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു പ്രത്യേക ഷാമ്പു ആണിത്. ഷാമ്പു എന്ന് പറയുമ്പോൾ നോർമലി ഇട്ട് പതപ്പിച്ച് കളയുന്ന ഒരു സാധാരണ ഷാമ്പു അല്ല. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കുറച്ച് നേരം തലയിൽ ഇട്ട് വച്ചിരിക്കേണ്ട എണ്ണ കുളിക്കാൻ നേരത്ത് പതപ്പിച്ച് കളയേണ്ട ഒരു പ്രത്യേക ഷാമ്പു ആണ്. അപ്പോൾ ഹായ് ഹലോ ദിസ് ഇസ് ഓയിലി ഹെയർ ആൻഡ് വെൽക്കം ബാക്ക് ടു ചാനൽ. ഈ ഒരു ഷാമ്പു ഇടുന്നതിന് മുന്നേ ആയിട്ട് ഒരു തുള്ളി എണ്ണ എടുത്തിട്ട് സ്കാൽപ്പിൽ പുരട്ടി കുറച്ച് നേരം നമ്മുടെ 10 മിനിറ്റ് ഹെയർ മസാജ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ മുടിയുടെ തുമ്പൊക്കെ ഏകദേശം വെട്ടാനുള്ള ടൈമായി. അതുകൊണ്ടാണ് തുമ്പ് ഒന്ന് വാല കോല കിടക്കുന്നത്. ഞാൻ 3 മാസം കൂടുമ്പോൾ മുടിയുടെ തുമ്പ് ട്രിം ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് പാക്ക് കാണാം. എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് പാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വെണ്ടയ്ക്കയാണ്. ഇതില്ലാണ്ട് നമുക്ക് ഈ പാക്ക് ചെയ്യാൻ പറ്റില്ല. വെണ്ടയ്ക്ക ഇത്രയും മുറ്റിയതല്ലാണ്ട് കുറച്ചുകൂടെ എളുപ്പമുള്ള ഇളം പച്ച കളറിലുള്ളത് കിട്ടിയാൽ അത്രയും നല്ലതായിരിക്കും. പിന്നെ വേണ്ടത് ഫ്ലാക്സ് സീഡാണ്. അത് 1 സ്പൂൺ മതി. ഇത് ഓപ്ഷണലാണ്. നിങ്ങളിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അവോയ്ഡ് ചെയ്യാം കേട്ടോ. അത്ര നിർബന്ധമൊന്നുമില്ല. പക്ഷെ വെണ്ടയ്ക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അടുത്ത ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് കറിവേപ്പില. ഇതെല്ലാവരും കയ്യിൽ കാണുമല്ലോ. ഞാനൊരു 6 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അത്രയും നിറയെ നമുക്ക് വേണം. നമ്മൾ കാരണം മുടിയിൽ ഫുൾ മുടിയിൽ നമ്മൾ പാക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻറ്റും കുറച്ച് കൂടുതൽ വേണം. പിന്നെ വേണ്ടതാണ് ചീവയ്ക്കപ്പൊടി. ഇതാണ് നമുക്ക് ഒരു ഷാമ്പു എഫക്റ്റ് കിട്ടുന്നത്. ഇത് ഞാൻ അങ്ങാടിക്കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. വിലക്കുറവിന് കിട്ടും. ഇതുപോലെ ഒരു പാക്കറ്റിലായിട്ടൊക്കെ കിട്ടും. ഇതാണ് നമുക്ക് ശരിക്കും ഷാമ്പു പോലത്തെ ഒരു എഫക്റ്റ് ഒക്കെ തരുന്നത്. ബാക്കിയുള്ള എൻ്റെ യൂസ് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇപ്പം ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. നമ്മൾ എടുത്ത വെണ്ടയ്ക്ക് ഇത്രയും ഒരു വണ്ണത്തിന് ചെറിയൊരു വണ്ണത്തിന് കട്ട് ചെയ്തെടുത്തിട്ട് 2 ഗ്ലാസ് വെള്ളം എടുക്കുക. അതിൻ്റെ അകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച എല്ലാ വെണ്ടയ്ക്കും ഇടുക. ആ 1 സ്പൂൺ ഫ്ലാക്സ് സീഡും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഒരു 5 മിനിറ്റോളം തിളയ്ക്കുമ്പോൾ ഈ 2 ഗ്ലാസ് വെള്ളം എന്നുള്ളത് 1.5 ഗ്ലാസ് വെള്ളമാവും. ആ ഒരു സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് ആറാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇല്ലെങ്കിൽ ആ ചൂടോടെ തന്നെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇത് ഓഫ് ചെയ്യേണ്ട സമയമാകുമ്പോഴത്തേനും നമുക്ക് സ്പൂൺ വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അതായത് ഇതുപോലെ ഒരു പശ പോലെ കാണാൻ പറ്റുമേ. ആ സമയത്ത് നമുക്കത് വാങ്ങി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ അരിച്ചെടുക്കാവേ. നന്നായിട്ട് ചെറുതായിട്ട് ഒരു അരിപ്പ് ഉപയോഗിച്ച് ഇങ്ങനെ അരിച്ചെടുത്താൽ മതി. ഇപ്പം ഞാൻ ചൂടോടെയാണ് അരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തണുത്തിട്ട് അരിച്ചാലും മതി. അരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് കുലുക്കി കൊടുത്തിട്ട് അരിക്കണേ. അപ്പോഴത്തേനും നമുക്ക് ആ ഒരു മെഴുമെഴാന്നുള്ള സംഭവം കൂടുതൽ കിട്ടും. നമുക്ക് ആ മെഴുമെഴുപ്പാണ് വേണ്ടത്. അതാണ് നമ്മുടെ മുടിനെ നന്നായിട്ട് സോഫ്റ്റ് ആക്കുന്നത്. നമ്മുടെ മുടിയുടെ ടെക്സ്ചർ തന്നെ നല്ല വടി പോലെ സ്ട്രൈറ്റ് പോലെ ആക്കുന്നതും. അതുകൊണ്ടാണ് വെണ്ടയ്ക്ക ഒഴിച്ചുവിടാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത്. മുടി സ്ട്രൈറ്റ് ആക്കുന്ന പ്രധാന ഇൻഗ്രീഡിയൻ്റ് തന്നെ വെണ്ടയ്ക്കയാണ്. ഫ്ലാക്സ് സീഡ് ഇല്ലെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ല. പക്ഷെ മുടിയുടെ ടെക്സ്ചർ മാറ്റാനായിട്ട് വെണ്ടയ്ക്ക നമുക്ക് അത്യാവശ്യമാണ്. ഇങ്ങനെ അരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ അരിപ്പ് ഒരു പാത്രത്തിൽ ഇതുപോലെ ചരിച്ചു വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ നല്ല തിക്ക് ജെല്ല് ആ പാത്രത്തിൽ കിട്ടുവേ. നമുക്കൊന്ന് ചൂട് മാറാൻ വേണ്ടിയിട്ട് വെക്കാം. ചൂട് മാറുമ്പോൾ ഇത് കുറച്ചുകൂടെ തിക്കാവേ. പിന്നെ ചെയ്യേണ്ടത് നമ്മളെടുത്ത കംപ്ലീറ്റ് കറിവേപ്പില ഉണ്ടല്ലോ, അതും പിന്നെ ചീവയ്ക്കാപ്പൊടി, അത് 2 സ്പൂണാണ് നമ്മൾ എടുക്കാനുള്ള ചീവയ്ക്കാപ്പൊടി. അതും കൂടെ ഇട്ടിട്ട് നമ്മൾ നേരത്തെ തണുക്കാൻ വേണ്ടി വെച്ചിരുന്ന നമ്മളെ വെണ്ടയ്ക്കയുടെ നീരില്ലേ, അതും കൂടെ കുറച്ച് ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അടിക്കുക. സാധാ വെള്ളം വെച്ചല്ല അടിക്കാനുള്ളത്. നമ്മൾ നേരത്തെ തണുക്കാൻ വെച്ച ആ വെണ്ടയ്ക്കയുടെ നീര് വെച്ച് തന്നെ നമ്മൾ ഇത് അടിച്ചെടുക്കണം കേട്ടോ. അത് മുഴുവനായിട്ടൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. നമുക്കിത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആവശ്യത്തിനുള്ളത് മാത്രം നീരൊന്നും ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് ആ കറിവേപ്പിലയുടെ ഇലയൊന്നും നന്നായിട്ട് അരഞ്ഞ് കിട്ടത്തില്ല. അതുകൊണ്ട് ഒരു അരിപ്പ വെച്ച് നന്നായിട്ട് പിന്നെ അരിച്ചു കൊടുത്താൽ മതി. അരിച്ച് നമ്മുടെ ആ വെണ്ടയ്ക്കയുടെ നീരിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് കൈ കൊണ്ട് രണ്ടും കൂടെ മിക്സ് ചെയ്യണേ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എല്ലാ വെണ്ടയ്ക്കയുടെ നീരും കൂടെ എടുത്ത് മിക്സിയിലിട്ട് മിക്സ് ചെയ്യണ്ട. അങ്ങനെ മിക്സ് ചെയ്താൽ നമ്മുടെ ആ ഒരു വഴുവഴുപ്പ് അങ്ങ് മാറി വെള്ളം പോലെ ആയിപ്പോവും. അതുകൊണ്ട് കുറച്ചെടുത്ത് മിക്സിയിലിട്ട് അടിച്ചിട്ട് രണ്ടും കൂടെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈ വഴുവഴുപ്പ് അതുപോലെ അങ്ങ് കിട്ടും കേട്ടോ. ആ കറിവേപ്പിലയുടെ നീര് ഞാനിപ്പോൾ ബാക്കിയൊന്ന വെണ്ടയ്ക്കയുടെ നീരിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കൈ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പിഴുപിഴാന്ന് ഇരിക്കണം. ഇതാണ് നമ്മുടെ ഷാമ്പൂവിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി നമുക്ക് തലയിലോട്ട് വാരി പുരട്ടി കൊടുക്കാം. നമ്മൾ സാധാരണ ഹെയർ പാക്ക് ഇടുന്ന പോലെ അല്ല ഇത് തലയിൽ ഇട്ട് കൊടുക്കുന്നത്. കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. ഇതിനിടയ്ക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരാൾ ഒളിച്ചിരിപ്പുണ്ടേ. നിങ്ങൾ കണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ആരാണെന്ന്. ഇനി പാക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എണ്ണ തേച്ച് കുറച്ചൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് എണ്ണയൊന്നും വാരി പൊത്തണ്ട. ഒരു ഇച്ചിപ്പൂലം തേച്ചാൽ മതി. പിന്നെ നമ്മൾ നേരെ പാക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ എല്ലാ പാക്കും ഇടുമ്പോൾ ആദ്യം തലയോട്ടിയിൽ ഇട്ടിട്ട് പിന്നെ താഴത്തോട്ട് കൊണ്ടുവരികയല്ലേ ചെയ്യുന്നത്. ചിലമിക്കപ്പോഴും നമ്മൾ താഴോട്ട് പുരട്ടാറില്ല. ഇതിപ്പോൾ ഷാമ്പു ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ലെങ്തിലോട്ടാണ് പുരട്ടുന്നത്. ആദ്യം മുടിയുടെ ലെങ്തിൽ കംപ്ലീറ്റ് ആയിട്ട് പുരട്ടിയതിന് ശേഷം പിന്നെ തലയിൽ പുരട്ടണം. തലയോട്ടിയിലുള്ള മുടിയിലല്ല, തലയിലുള്ള മുടിയിൽ ഇതാ ഇങ്ങനെ പുറത്ത് മാത്രം ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കുക. അങ്ങനെ മുടിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ഷാമ്പു എത്തണ രീതിയിൽ ഒന്ന് ആദ്യം പുരട്ടി കൊടുക്കുക.
എന്നിട്ട് നമ്മൾ തലയോട്ടിയിൽ പുരട്ടിയാൽ മതി. തലയോട്ടിയിൽ പുരട്ടേണ്ട ഷാമ്പു അല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ സ്കിപ്പ് ചെയ്യേണ്ട. ഇതൊരു നാച്ചുറൽ ഷാമ്പു ആണല്ലോ, അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റും ഇതിനകത്തുണ്ട്. അത് മാത്രമല്ല നരയൊക്കെ മാറ്റാനും നര വരാതിരിക്കാനും നര വരാൻ ടെൻഡൻസി ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളവരൊക്കെ ഈ ഷാമ്പു ഉപയോഗിച്ചാൽ വളരെ നല്ലതായിരിക്കും. കാരണം കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് നരയൊക്കെ നന്നായിട്ട് മാറും. അതുകൊണ്ട് ആദ്യമേ തന്നെ മുടിയുടെ പുറമെ ഇതെല്ലാം ഒന്ന് എത്തിച്ചു കൊടുക്കുക. അത് നമുക്ക് മുടിയുടെ ടെക്സ്ചർ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുടിയുടെ പുറമെ മാത്രം ആദ്യം ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത്. പിന്നെയാണ് നമ്മൾ തലയോട്ടിയിൽ തേക്കാൻ വേണ്ടിയിട്ട് പോണത്. അങ്ങനെ തലയോട്ടിയിൽ തേക്കുന്ന സമയത്താണ് നമുക്ക് മുടി നന്നായിട്ട് വളർന്നു കിട്ടുന്നത്. തലയോട്ടിയിൽ തേക്കാൻ നേരത്തെ മാത്രം നമ്മൾ ആ ഹെയർ പാക്ക് ഓരോ തവണയും ഒന്ന് മിക്സ് ചെയ്തിട്ട് കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തലയോട്ടിയിൽ തേക്കാൻ വേണ്ടി ശ്രമിക്കണേ. കാരണം ചീവയ്ക്ക പൊടിയല്ലേ നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ചീവയ്ക്ക പൊടി വെള്ളത്തിൽ കലങ്ങാതെ ഇങ്ങനെ അടിയിൽ മട്ടിയായിട്ട് കിടക്കും. അതൊന്ന് മൊത്തത്തിൽ കലങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ഇങ്ങനെ കൈ കൊണ്ട് കലക്കി കൊടുക്കണേ. എന്നിട്ട് ഒരു പാർട്ടീഷനിൽ നമ്മൾ തലയോട്ടിയിൽ ഇങ്ങനെ ഇട്ടതിന് ശേഷം കൈ കൊണ്ട് തന്നെ മുടി ഇങ്ങനെ വലിച്ച് സ്ട്രൈറ്റ് ചെയ്ത് കൊടുക്കണേ. ഓരോ സെക്ഷനായിട്ട് കൈ കൊണ്ട് മുടി ഇങ്ങനെ വലിച്ച് സ്ട്രൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ക്ലിപ്പ് അങ്ങ് വെച്ച് കൊടുക്കുക. നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോകുമ്പോൾ മുടി ഇങ്ങനെ സ്ട്രൈറ്റ് ചെയ്ത് വിട്ട് തരത്തില്ലേ, അതുപോലെ കൈ കൊണ്ട് നമ്മളൊന്ന് സ്ട്രൈറ്റ് ചെയ്ത് വിട്ട് കൊടുക്കുക. അത് ഓരോ പാർട്ടീഷനും നമ്മൾ അതുപോലെ ചെയ്ത് കൊടുക്കണേ. ആദ്യം ഇതുപോലെ ഓരോ പാർട്ടീഷൻ കുഞ്ഞു കുഞ്ഞു പാർട്ടീഷൻ എടുത്തിട്ട് തലയോട്ടിയിലാക്കി കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് ആ ചെറിയ പാർട്ടീഷനിലെ മുടീനെ നന്നായിട്ട് വലിച്ച് സ്ട്രൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ക്ലിപ്പ് വെച്ച് സെക്യൂർ ചെയ്യുക. ഇങ്ങനെ ഓരോ പാർട്ടീഷനും ചെയ്ത് കൊടുത്താൽ മതി. ഇതിങ്ങനെ കേൾക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് അയ്യോ ഒരുപാട് സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഇത് മെനക്കെട്ട പരിപാടിയാണല്ലോ എന്നൊക്കെ തോന്നും. പക്ഷെ അത്ര മെനക്കെട്ട പരിപാടിയൊന്നുമല്ല. ഞാൻ ഇങ്ങനെ പറയണോണ്ട് തോന്നണതാണ്. ഞാൻ നിങ്ങൾക്ക് അത്രയും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞു കുഞ്ഞു ടിപ്പ് വരെ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ അത് അതുപോലെ തന്നെ ഫോളോ ചെയ്താൽ മതി. സത്യം പറഞ്ഞാൽ ഈ പാക്ക് ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്, തേക്കാനും നല്ല എളുപ്പമാണ്. സാധാരണ നമ്മൾ ഹെയർ പാക്ക് ഇടുന്ന പോലെ അത്രയും പാടുപോലുമില്ല. ഇത് അരിച്ചൊക്കെ ഉപയോഗിച്ച് വെള്ളം പോലെ ഇരിക്കുന്നതുകൊണ്ട് സുഖമായിട്ട് തലയിൽ തേക്കാനും പറ്റും. മുടിയിൽ ആദ്യം മൊത്തത്തിൽ ഒന്ന് തേച്ച് കൊടുത്തിട്ട് പിന്നെ തലയോട്ടിയിൽ ജസ്റ്റ് തേച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും മെനക്കെടാൻ വയ്യെങ്കിൽ ബാത്റൂമിൽ കയറിയിട്ട് മുടി ഫുൾ ഈ ഒരു സാധനത്തിൽ മുക്കി വെക്കുക. ഈ ഒരു ഷാമ്പൂവിൽ മുക്കി വെച്ചിട്ട് പിന്നെ തലവഴിയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് തലയോട്ടിയിൽ അത്ര ആക്കി എടുത്താൽ മതി. അപ്പം മുടിയിൽ ഫുൾ ഇതങ്ങ് ആവുമല്ലോ. എങ്ങനെ നോക്കിയാലും നമ്മുടെ മുടിയിൽ ഫുൾ ലെങ്തിലും തലയോട്ടിയിലും മുഴുവൻ ഇതാവണം. അത്ര മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അല്ലാണ്ട് ഇതിൽ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സൈഡും കൂടെ ചെയ്ത് കംപ്ലീറ്റ് ആക്കാം. ഇത് ചെയ്യുന്ന സമയത്ത് മുടി മൊത്തം ഇങ്ങനെ നനഞ്ഞ് കുളിച്ചായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് സൈനസ് ഉള്ളവരൊന്നും ശ്രദ്ധിക്കുക. നിങ്ങൾ അധികം നേരം മുടിയിൽ ഇതിട്ടോ ഷോ ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു 10 മിനിറ്റ് തലയിൽ ഇട്ട് വെച്ചിരുന്നാൽ മതി. സൈനസിൻ്റെ ഇഷ്യൂ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ 20 മിനിറ്റ് നിങ്ങളിത് മുടിയിൽ ഇട്ട് വെച്ചേക്കണേ. എന്നിട്ടേ കുളിക്കാൻ പാടുള്ളൂ. കുളിക്കാൻ നേരത്ത് നിങ്ങൾ ഷാമ്പു ഒന്നും ഇട്ട് കഴുകി കളയണ്ട. ഇത് തന്നെ ഒരു ഷാമ്പു ആണല്ലോ. ജസ്റ്റ് പ്ലെയിൻ വെള്ളം ഒഴിച്ച് ചുമ്മാ ഒന്ന് തല ഇങ്ങനെ കുലുക്കി വിട്ട് കൊടുത്താൽ മതി. നമ്മൾ ഷാമ്പു കഴുകി കളയുന്ന സമയത്ത് മുടി ഇങ്ങനെ ചൊറിഞ്ഞൊന്ന് കഴുകുമല്ലോ, അതുപോലെ ജസ്റ്റ് ഒന്ന് കുലുക്കി ഒന്ന് കഴുകി കൊടുത്താൽ മതി. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും നിങ്ങൾ മുടിയിൽ ചെയ്യണ്ട. കണ്ടീഷണർ പോലെ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നാച്ചുറൽ ഷാമ്പു ഇട്ടത് കൊണ്ടിട്ട് നമ്മൾ കെമിക്കൽ ഷാമ്പു ഒന്നും ഉപയോഗിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ ഉപയോഗിക്കാം. ഞാൻ നാളെ തന്നെ എന്തായാലും കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കും. കാരണം കെമിക്കൽ ഷാമ്പു നമ്മൾ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ മുടിയിൽ യൂസ് ചെയ്തിട്ടുള്ള കെമിക്കൽ പ്രോഡക്ട്സും പിന്നെ പുറമേ നിന്നുള്ള ഡേർട്ടും ഒക്കെ പോകാനാണ് കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കുന്നത്. അത് കെമിക്കൽ ഇട്ടാലേ പോകത്തുള്ളൂ. പ്രത്യേകിച്ച് ഞാൻ ഹെയർ സെറവും കണ്ടീഷണറും ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് കെമിക്കൽ ഷാമ്പു ഇട്ടാലേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം ഞാൻ നാളെ തന്നെ കെമിക്കൽ ഷാമ്പു ഇടും. പിന്നെ മുടിയുടെ തുമ്പ് ഞാൻ വെട്ടും. അങ്ങനെ കെമിക്കൽ ഷാമ്പു ഇടാനാണെങ്കിൽ പിന്നെ എന്തിനാണ് നാച്ചുറൽ ഷാമ്പു എന്ന് ചോദിച്ചാൽ ഇത് മുടി സ്ട്രെയിറ്റ് ആയി ആ സ്ട്രെയിറ്റ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടും പതിയെ മുടിയുടെ ടെക്സ്ചർ നോർമൽ ആവാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു സാധനം നമ്മൾ ഇട്ട് കൊടുക്കുന്നത്, ഈ ഒരു ഷാമ്പു ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മുടി വളരാനും ഉള്ള സാധനങ്ങളെ ഈ പാക്കിൻ്റെ അകത്തുള്ളൂ. കെമിക്കൽ ഷാമ്പു തേച്ചാലൊന്നും എന്തായാലും മുടി വളരാനൊന്നും പോകുന്നില്ല, നര മാറാനും പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഷാമ്പു, നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു ഷാമ്പു ആഴ്ചയിൽ ഒരു വട്ടം യൂസ് ചെയ്താൽ മതി. അങ്ങനെ യൂസ് ചെയ്ത് പോന്നാൽ പതിയെ നിങ്ങളുടെ മുടിയുടെ ടെക്സ്ചർ മാറുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. മുടി പതിയെ സ്ട്രെയിറ്റ് ആയി വരുന്നതും അറിയാൻ പറ്റും. പിന്നെ എത്ര നോക്കിയാലും നിങ്ങളുടെ മുടി ചുമ്മാ ഇടുമ്പം കുറച്ച് കഴിയുമ്പോൾ ചുരുണ്ട് മുകളിലോട്ട് കയറി പോകുന്നു, ഉണ്ട കെട്ടുന്നു, തുമ്പ് ഉണ്ട കെട്ടി പോകുന്നു, അങ്ങനെ കിളിക്കൂട് കണക്കായി പോകുന്നുള്ള പ്രശ്നമുണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും. എൻ്റെ പഴയ മുടി ഇപ്പോഴത്തെ മുടി നോക്കിയാൽ തന്നെ അറിയാം. ഇതുപോലെ പക്ഷേ സമയമെടുക്കും. പതിയെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.